തലസ്ഥാന നഗരത്തിലെ ജനങ്ങളുടെ ജീവിതം അടിമുടി നരകതുല്യമാക്കിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേഷൻ ഭരണസമിതി അവർ ജനങ്ങൾ പ്രതിസന്ധിയിൽപ്പെടുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യുകയാണ് എന്നൊന്ന് പരിശോധിച്ചപ്പോഴാണ് ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ള ആശാനാഥിന്റെ കുറേയേറെ ഫോട്ടോഷൂട്ടുകൾ ഇൻസ്റ്റഗ്രാമിൽ കാണാൻ കഴിഞ്ഞത്. നഗരത്തിൽ വെളിച്ചമില്ലാതെ ഇരുട്ട് മൂടിക്കിടക്കുന്ന അവസ്ഥ. ഈ വിഷുദിനത്തിൽ പലയിടങ്ങളിലും കുടിവെള്ളം പോലും കിട്ടാനില്ല. അതും പോരാഞ്ഞിട്ട് നഗരം മുഴുവൻ മാലിന്യ കൂമ്പാരങ്ങളായി മാറുന്ന സന്ദർഭത്തിൽ നഗരസഭ ഭരിക്കുന്ന ഡെപ്യൂട്ടി മേയർക്കും എന്തായിരിക്കണം ജോലി? എങ്ങനെ ഇതൊക്കെ പരിഹരിക്കാമെന്ന് ആലോചിക്കുകയല്ലേ വേണ്ടത്? പക്ഷേ അവർ എന്ത് ചെയ്യുകയാണ്? ദേ നോക്കിയേ, ഗംഭീര ഫോട്ടോഷൂട്ടിലാണ്. കേരളത്തിൽ സംഖ്യകൾക്ക് മാത്രം ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന സന്ദർഭത്തിലും നീറോ ചക്രവർത്തിക്ക് വീണവായന എന്ന് പറയുന്നത് പോലെ ഇവർക്ക് ഫോട്ടോഷൂട്ട് നടത്താം. ഇത് വിഷു ആയതുകൊണ്ട് നടത്തിയതല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് ദ ബിഗ് സ്പൈ, ഇറ്റ്സ് മീ അഭിജിത്ത് തുടങ്ങി ചില ഇൻസ്റ്റഗ്രാം പേജുകളുണ്ട്. ഈ ഇൻസ്റ്റഗ്രാം പേജുകളിലെ വീഡിയോകൾ എടുത്തൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഗരസഭയുടെ ഡെപ്യൂട്ടി മേയർ ആണോ അതോ ഇനി മോഡലാണോ എന്ന സംശയം തോന്നും. കാര്യം സിനിമാ സ്റ്റാറുകളെ പോലെ ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ വീഡിയോ ദൃശ്യം ചിത്രീകരിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി ചില PR ഫോട്ടോഷൂട്ടുകാരെ ഡെപ്യൂട്ടി മേയർ നിയോഗിച്ചതിന് ശേഷം ഇവരും ഒന്നിച്ചുള്ള ക്യാമറ ഫോട്ടോഷൂട്ടുകൾക്കാണ് ഡെപ്യൂട്ടി മേയർ സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നഗരത്തിലെ ജനങ്ങൾ പല പ്രശ്നങ്ങളിൽ നട്ടം തിരിഞ്ഞാലും അവർക്ക് അതൊന്നും നോക്കാനുള്ള സമയമില്ല എന്ന് ഈ ദൃശ്യങ്ങൾ വെളിവാക്കുകയാണ്. ഈ വിഷുദിനത്തിൽ നഗരത്തിലെ ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം വിഷു കൈനീട്ടം എന്നോണം കുടിവെള്ള പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു കഴിഞ്ഞ ഭരണസമിതിയേക്കാൾ വളരെ മികച്ചതായി ഇടപെടുന്ന ഒരു ഭരണസമിതി എന്ന്. ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ആര്യ രാജേന്ദ്രൻ എന്ന മേയറെ കടന്നാക്രമിച്ച മാധ്യമങ്ങൾക്ക് പോലും ഇമാതിരി ഫോട്ടോഷൂട്ടുകൾ ചില മഞ്ഞ ഓൺലൈൻകാരന്മാരെ കൊണ്ടുവന്ന് നടത്തി അതിലൂടെ സിനിമാ താരങ്ങളുടെ സ്റ്റൈലിൽ നടക്കുന്ന ഡെപ്യൂട്ടി മേയർക്കൊക്കെ ഈ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരിടത്ത് ഒരു ദൃശ്യവും കാണാൻ കഴിയില്ല. അവർക്ക് ഈ തിരക്ക് പിടിച്ച സന്ദർഭത്തിനിടയിലും ഫോട്ടോഷൂട്ടിനൊക്കെ സമയം കണ്ടെത്താൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇവർക്ക് ഒരു അധികാര സ്ഥാനം കിട്ടിയപ്പോൾ അതിൽ മാക്സിമം സമയമെടുത്ത് അവർക്ക് വേണ്ട ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാനൊന്നും സമയമില്ല. ആ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി സിനിമാ താരങ്ങളെ പോലെ പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞ 2 പേജുകൾ പരിശോധിച്ചാൽ നമുക്ക് സംശയം തോന്നും. എന്തായാലും കേരളത്തിൽ സംഘപരിവാറുകാർ നഗരസഭയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കേവലം 5 മാസം കൊണ്ട് ജനങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്. അത് ആറ്റുകാൽ പൊങ്കാല ആയിക്കോട്ടെ, നഗരത്തിന്റെ മാലിന്യ പ്രശ്നമായിക്കോട്ടെ, നഗരത്തിന്റെ വെളിച്ചം കെട്ട അവസ്ഥയായിക്കോട്ടെ, ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഒരാശങ്കയും ഇല്ലാതെ ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ആ മനോഭാവത്തെ എന്ത് വിളിക്കാമെന്ന് നിങ്ങൾ തന്നെ പറയൂ.